Good afternoon, all. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Okay, നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആക്റ്റീവ് വിഷ്വൽ വാർണിംഗ്സിൽ ആംബുലൻസിലെ ആക്റ്റീവ് വിഷ്വൽ വാർണിംഗ്സിലെ ഫസ്റ്റ് പോയിന്റ് വരെയാണ് നമ്മൾ നിർത്തിയത്. ആണോ? ഓർമ്മയുണ്ടോ? വായിക്കുന്നുണ്ടോ നിങ്ങൾ ഡെയിലി? റെസ്പോൺസ് ഒന്നും ഇല്ലല്ലോ, ക്ലാസ്സിൽ ആരും ഇല്ലേ? റീഡ് ചെയ്യുന്നുണ്ട്. Okay. ഫസ്റ്റത്തെ പോയിന്റ് ചോദിക്കണേനൊക്കെ ഒന്ന് റെസ്പോൺസ് ചെയ്യാട്ടോ, ജസ്റ്റ് ഒന്ന് കമന്റ് ഒക്കെ ചെയ്യാ. കാരണം ക്ലാസ്സിൽ നിങ്ങൾ ഉണ്ടോന്ന് അറിയണ്ടേ? ഈ ക്ലാസ് വെച്ചിട്ട് ഒന്ന് ഉറങ്ങിയാണോ എന്ത് ചെയ്യണമെന്നൊക്കെ അറിയണമല്ലോ. അപ്പൊ ഇടയ്ക്കൊന്ന് റെസ്പോൺസ് ഒക്കെ ചെയ്യാട്ടോ ചോദിക്കണേനെ. ഓക്കെ, അപ്പൊ ആക്റ്റീവ് വിഷ്വൽ വാർണിംഗ്സിലെ ഫസ്റ്റ് പോയിന്റ് നമ്മൾ എന്തെല്ലാം പറഞ്ഞു, ജസ്റ്റ് ഞാൻ ഒന്നും കൂടി വായിക്കാം, ശ്രദ്ധിക്കാം കേട്ടോ. യൂഷ്വലി ഇത് വിഷ്വൽ ക്ലാസ്സിലുണ്ട്, നിങ്ങളുടെ കൂടെ ഉണ്ട് അല്ലെ? ഓക്കെ, ബാക്കി എല്ലാവരും ഉണ്ടല്ലോ, നോക്കാം കേട്ടോ. യൂഷ്വലി ദ വിഷ്വൽ സിഗ്നൽസ് ഫോർ ദ ടാസ്ക് are in the shape of flashing lights. This flash in order to attract attention of other roads users as the ambulance approaches, or to provide warning to motorists approaching a stopped ambulance in a dangerous position on the road. അല്ലെ, നമ്മൾ പറഞ്ഞു ഫ്ലാഷ് ലൈറ്റ് ഉണ്ട്. അപ്പൊ അത് കാണിക്കുന്നത് മെയിൻ ആയിട്ട് നമുക്ക് പെട്ടെന്ന് എന്താണ് ആംബുലൻസ് അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കാനും, then ഇപ്പൊ നിർത്തിയിട്ടിരിക്കുന്ന ആംബുലൻസ് ഒക്കെ നിർത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പുറമേ വരുന്ന വാഹനക്കാർക്ക് ഇങ്ങനെ ഒരു ആംബുലൻസ് ആണ് അവിടെ നിർത്തിയിട്ടിരിക്കുന്നത് അറിയാനും വേണ്ടിയിട്ടാണ് അല്ലേ. ദെൻ രണ്ടാമതായിട്ട് പറയുന്ന ആക്റ്റീവ് വിഷ്വൽ നോക്കാം. കോമൺ കളേഴ്സ് ഫോർ ആംബുലൻസ് വാർണിംഗ് becomes are blue. അല്ലെ, അതായത് കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന ഈ ലൈറ്റുകളും കാര്യങ്ങളൊക്കെ എന്ത് കളറായിരിക്കും? ബ്ലൂ ഓർ റെഡ് ആൻഡ് ആംബർ ആൻഡ് വൈറ്റ്. ആംബർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് കളറാ? ആംബർ കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? ആംബർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബ്രൗണിഷ് യെല്ലോ. ഈ ഒരു ഏകദേശം നമ്മൾ ഇവിടെയൊക്കെ ബ്രൗണിഷ് യെല്ലോ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല. കൂടുതലും നമുക്ക് കാണപ്പെടുന്നത് എപ്പോഴും ബ്ലൂ അല്ലെങ്കിൽ റെഡ്, വൈറ്റ്, ഈ മൂന്ന് കളറുകളാണ് നമ്മൾ ആംബുലൻസിന് പൊതുവെ കാണപ്പെടുന്ന കളറുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ലേ? ബ്ലൂവും റെഡും വൈറ്റും നിങ്ങൾ കണ്ടിട്ടില്ലേ? ആംബുലൻസുകൾക്ക് പൊതുവെ അങ്ങനെയല്ലേ? ആണോ? നമ്മൾ റോഡിൽ കൂടി പോകുമ്പോൾ കാണാനില്ലേ? റെഡ് അല്ലെങ്കിൽ ബ്ലൂ അല്ലെങ്കിൽ വൈറ്റ് ആയിരിക്കും അല്ലെ. ദെൻ ആംബർ കളർ ഉണ്ടെന്ന്, അതായത് ഒരു ബ്രൗണിഷ് ആയിട്ടുള്ള ഒരു യെല്ലോ, ഒരു ലൈറ്റ് ഷെയ്ഡിലെ യെല്ലോ കളർ മറ്റു രാജ്യങ്ങളിലായിരിക്കാം. Then there are several technologies presently used to achieve the flashing effect. These include flashing a light bulb or LED. അല്ലെ, ഇന്ന് നമുക്ക് പുതിയ പുതിയ രീതിയിലുള്ള ടെക്നോളജിക്കലി ആയിട്ടുള്ള പല സംഭവങ്ങളും നമ്മൾ ആംബുലൻസിൽ ഉണ്ടെന്ന്. ഇപ്പൊ ലൈറ്റ് തന്നെയാണെങ്കിൽ ഫ്ലാഷ് ലൈറ്റ്, ബൾബ് ഓർ LED ഒക്കെ ഉണ്ട്, ഫ്ലാഷ് ലൈറ്റ് ഉണ്ട്. ദെൻ ഫ്ലാഷിംഗ് ഓർ റൊട്ടേറ്റിംഗ് ഹലോജൻ. ഹലോജൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ലൈറ്റ് എമിറ്റിംഗ് അല്ലെ. നമ്മൾ അറിയാലോ ആംബുലൻസ് വരുമ്പോൾ പല രീതിയിലുണ്ട്. എല്ലാ ആംബുലൻസും ഒരേപോലെയാണ് ഇരിക്കുന്നത്. ലൈറ്റും കാര്യങ്ങളും സൈറണൊക്കെ വ്യത്യാസം ഉണ്ടാകും അല്ലെ. ചിലത് ഇങ്ങനെ ഭയങ്കര സൗണ്ടിലാണെങ്കിൽ ഭയങ്കര ലൈറ്റിങ്ങും LED അങ്ങനെ പല രീതിയിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാകാം. Flashing or rotating halogen and strobe lights which are commonly brighter than incandescent lights. നമ്മുടെ നോർമൽ ലൈറ്റിനേക്കാളും നല്ല ഒരു ബ്രൈറ്റൻ ആയിരിക്കും ഇങ്ങനെയുള്ള LED അല്ലെങ്കിൽ സ്ട്രോബ് ലൈറ്റുകൾ. ഈ സ്ട്രോബ് ലൈറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മൾ ഈ ട്യൂബ് മീൻസ് മിന്നുന്നത് അത്രയും നല്ല ബ്രൈറ്റ്നെസ് കാണുന്ന ലൈറ്റുകൾ നമുക്ക് പെട്ടെന്ന് അട്രാക്ട് ചെയ്തു. ഇപ്പൊ രാത്രിയിലാണെങ്കിലും നമുക്ക് ഈ ലൈറ്റിന്റെ എഫക്റ്റ് നല്ല രീതിയിൽ കിട്ടും. കാണാറില്ല നമ്മള്? ചെറിയൊരു ലൈറ്റ് ആണോ ഈ ആംബുലൻസിന്റെ മുകളിൽ വെച്ചിരിക്കുന്നത്? ആണോ? നമുക്ക് പെട്ടെന്ന് എടുത്തറിയാൻ പറ്റും അല്ലെ. നമുക്ക് അകലേക്ക് ഇത് വരുമ്പോ തന്നെ ആ ലൈറ്റ് നമുക്ക് കാണാൻ പറ്റില്ലേ? നമ്മൾ കുറച്ച് ഡിസ്റ്റൻസിലാണെങ്കിലും അകലേക്ക് ഒരു ആംബുലൻസ് വരുന്നിട്ടുണ്ടെങ്കിൽ ലൈറ്റ് രാത്രിയിലൊക്കെ ആണെങ്കിൽ നമുക്ക് എന്താണ് ആ ലൈറ്റ് നമുക്ക് ശരിക്കും നമുക്ക് ഫ്ലാഷ് കാണാൻ പറ്റും. സോ അതിനാണ് സ്ട്രോബ് ലൈറ്റ് എന്നൊക്കെ പറയുന്നത്. അത്രയും ഇഫക്റ്റീവ് ആയിട്ടുള്ള ലൈറ്റുകൾ. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഇൻകാൻഡസെന്റ് ലൈറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറിയാലോ. എന്താണ് ഇൻകാൻഡസെന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ? നോർമൽ ലൈറ്റ്, നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന നോർമൽ ലൈറ്റിലും ബ്രൈറ്റർ ആയിരിക്കുന്നു, കുറച്ചും കൂടി നല്ലൊരു ബ്രൈറ്റ്നെസ് ഉള്ള ടൈപ്പ് ലൈറ്റുകളൊക്കെയാണ് നമ്മൾ ആംബുലൻസിൽ വെച്ചിരിക്കുന്നത്, സജ്ജീകരിച്ചിരിക്കുന്നത്. Then, so as to increase safety, it is the best practice to have 360 coverage. ഇവിടെ 360 ഡിഗ്രി ഉണ്ടോ നിങ്ങളുടെ ടെക്സ്റ്റില്? 360 ആണോ?
360. ഉദ്ദേശിക്കുന്നത് 360-degree coverage with the active warnings, enhancing the chance of just ഒന്ന് ഡിഗ്രി എന്ന് എഴുതി ചേർത്തോളൂ കേട്ടോ. So as to increase safety, it is the best practice to have 360 coverage with the active warnings, enhancing the chance of the vehicle being seen from all sides. അല്ലേ? അതായത് നമ്മൾ പറഞ്ഞു ആംബുലൻസിന്റെ മുകളിലായിട്ട് ഒരു ലൈറ്റ് ഉണ്ട് അല്ലെ, ബ്ലൂ കളറിൽ ലൈറ്റ് സിസ്റ്റം ഉണ്ട്. അത് 360-degree കവറേജ് ചെയ്യുന്നത്, അതായത് റൊട്ടേറ്റ് ചെയ്യുന്നത്. നമ്മൾ കണ്ടിട്ടില്ലേ ഈ ലൈറ്റ് ഇങ്ങനെ ഒരു സൈഡിലോട്ട് മാത്രമാണോ? ആംബുലൻസിന്റെ മുകളിൽ ലൈറ്റ് ആംബുലൻസ് പോകുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും, ഒരു സൈഡിൽ മാത്രമാണോ അങ്ങനെ പോകുന്നത്? 360-degree റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട് ഇല്ലേ? 360-degree എന്ന് വെച്ചാൽ അറിയാലോ, നമ്മള് മാത്സിലൊക്കെ പഠിച്ചിട്ടില്ലേ, ഒരു എന്താ പറയാ, ഒരു ബിന്ദുവിന് ചുറ്റുമുള്ള ഒരു വൃത്തത്തില് അല്ലെ, ആ ഒരു സർക്കിളിന്റെ ഫുൾ ആയിട്ട് നമ്മൾ 360-degree ആയിട്ടാണ് പറയുന്നത്. സോ ഈ ആംബുലൻസിന്റെ മുകളിലുള്ള ഒരു ലൈറ്റ് റൊട്ടേറ്റ് ചെയ്യുന്നത് 360-degree കവറേജ് ചെയ്തുകൊണ്ടാണെന്ന്. സോ എന്താണ് ഇവിടെ പറയുന്നത്? എൻഹാൻസിങ് ദ ചാൻസ് ഓഫ് വെഹിക്കിൾ ബീയിങ് സീൻ ഫ്രം ഓൾ സൈഡ്. ഏത് സൈഡിൽ നിന്നും വരുന്ന വാഹനങ്ങൾക്കും ഈ ലൈറ്റ് കാണാൻ പറ്റുന്നത്. കാരണം ലൈറ്റ് അത്രയും ബ്രൈറ്റ്നെസ് ആയിട്ടുള്ള ഒരു ലൈറ്റുമാണ്, കൂടാതെ 360-degree ആണ് അത് കവറേജ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞില്ലേ, ഏത് ദൂരത്തു നിന്നാണെങ്കിലും ഏത് സൈഡിൽ നിന്നാണെങ്കിലും ഏത് ദിശയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്കാണെങ്കിലും ഈ ലൈറ്റ് കാണുമ്പോൾ നമുക്കത് ആംബുലൻസ് ആണെന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നു. ഓക്കെ, അപ്പൊ ജസ്റ്റ് വിഷ്വൽസും വാർണിംഗ്സിനെ കുറിച്ചാണ് പോയിന്റ്സ് പറഞ്ഞത്. ക്ലിയർ ആണോ പോയിന്റ്സുകള്? ഓക്കെ ആണോ? നമുക്ക് കുറെ അറിയാവുന്ന കാര്യങ്ങളാണ് കേട്ടോ അത്. ഓക്കെ, ഇനി ഒന്ന് വായിച്ചു നോക്കി. ആക്റ്റീവ് വിഷ്വൽ വാർണിംഗ്സ് ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കാനുള്ളൂ കേട്ടോ. അത് ഒരുപാട് അത് ബൈഹാർട്ട് ചെയ്ത് പഠിക്കാനൊന്നും ആ സെക്ഷനിൽ ഇല്ല. കുറെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, വായിച്ചു നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ആംബർ എന്ന് പറഞ്ഞാല് യെല്ലോ തന്നെ, ഒരു ബ്രൗണിഷ് ആയിട്ടുള്ള ഒരു യെല്ലോ കളർ. നമ്മളുടെ ഇവിടെ എങ്ങനെ എനിക്ക് തോന്നുന്നു കൂടുതലും റെഡ്, വൈറ്റ്, ബ്ലൂ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. മറ്റ് കൺട്രീസിലൊക്കെ ആയിരിക്കും ഈ ആംബർ ഒക്കെ വരുന്നത് കേട്ടോ. ജസ്റ്റ് കളറുകൾ നോക്കാനാണ്, അത് നിങ്ങൾ ബൈ ഹാർട്ട് ഒന്നും ചെയ്ത് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അറിഞ്ഞിരിക്കാനായിട്ട് കേട്ടോ. വായിച്ചൊന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ കാര്യങ്ങളൊക്കെ അതിലുണ്ട്, അതൊക്കെ നമ്മൾ അറിയണമല്ലോ, പുതിയൊരു അറിവല്ലേ. കംപ്ലീറ്റ് ചെയ്ത വായിച്ചോ എല്ലാവരും? ഓക്കെ, ക്ലിയർ ആണ് എല്ലാവർക്കും വായിച്ചിട്ട്? ഇതിൽ വലിയ പഠിക്കാൻ അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊന്നും ഇല്ല, ജസ്റ്റ് വായിച്ച് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, നെക്സ്റ്റ് വൺ ഓഡിയബിൾ വാർണിംഗ്സ്. നമ്മള് ആക്റ്റീവ് ആയിട്ടുള്ള വാർണിംഗ്സ് എന്തൊക്കെയാണ് നമ്മൾ നോക്കിയത്. ദെൻ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഓഡിയബിൾ. ഓഡിയബിൾ എന്ന് വെച്ചാൽ അറിയാലോ, കേൾക്കുന്ന, കാണുന്നതെല്ലാം കേൾക്കുന്ന രീതിയിലുള്ള ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ആംബുലൻസിന്റെ ഉള്ളിൽ വരുന്നത്. ഫസ്റ്റ് വൺ, besides the visual warnings, ambulances can be equipped with the audible warnings. അല്ലേ, നമുക്ക് കാണുന്നതിന് പുറമെ ആംബുലൻസിന്റെ ഉള്ളിൽ ഒരുപാട് ഓഡിയബിൾ ആയിട്ടുള്ള വാർണിംഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. sometimes known as sirens. അല്ലേ, സൈറൻസ് പോലെയല്ലേ ആംബുലൻസിന്റെ സൗണ്ട് കേട്ടിട്ടില്ലേ നിങ്ങള്? ഒരു സൈറൻ മുഴങ്ങുന്നത് സൈറൻസിന് തുല്യമുള്ളത്
പല രീതിയിലുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള എല്ലാ ആംബുലൻസിനും ഒരേ സൗണ്ട് ആയിരിക്കും? ആണോ? സൈറൻ കേട്ടിട്ടുണ്ട് അല്ലെ? പക്ഷെ എല്ലാ ആംബുലൻസിലും സെയിം ഒരേ സൈറൻ ആയിരിക്കുമോ? വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ? ഓരോരോ ചില വ്യത്യാസങ്ങളൊക്കെ കാണും. Which can alert the people and vehicle to the presence of an ambulance before they can be seen. ഈ അലർട്ട് സൈറൻ ഉണ്ടാക്കാൻ എന്തിനു വേണ്ടിയിട്ടാണ്? അല്ലെങ്കിൽ ചുമ്മാ സൈറൻ വെക്കാതെ പോയാൽ പോരെ? എന്തിനു വേണ്ടിയിട്ടാണ് അപ്പൊ സൈറൻ വെക്കുന്നത് ഈ ആംബുലൻസിൽ? എന്തിനു വേണ്ടിയിട്ടാണ്? പുറകെ വരുന്ന വണ്ടികൾക്ക് ആംബുലൻസ് ബാക്കിൽ വരുന്നുണ്ടെന്ന് മനസ്സിലാക്കാനാണ് അല്ലെ? ദേ ക്യാൻ ബി സീൻ. നമുക്കത് ആംബുലൻസ് കാണുന്നതിന് മുൻപായിട്ട് ബാക്കിൽ ആംബുലൻസ് വരുന്നുണ്ട് അല്ലെ? നമുക്ക് ഈ ആംബുലൻസിന്റെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ എന്താണ്? നോർമലി എല്ലാ വണ്ടികളും സൈഡൊക്കെ കൊടുക്കും ആംബുലൻസിന് കടന്നു പോകാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ കാണാതെ തന്നെ ഇത് വരുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാനാണ് ഇങ്ങനെയുള്ളൊരു സൈറനൊക്കെ നമ്മൾ വെച്ചിരിക്കുന്നത് കേട്ടോ. ഓക്കെ, വിച്ച് ക്യാൻ അലേർട്ട് പീപ്പിൾ ആൻഡ് വെഹിക്കിൾസ്, ജനങ്ങളെയും അതുപോലെ മറ്റു വരുന്ന വാഹനങ്ങളെയും to the presence of an ambulance before they can be seen. നമ്മൾ ആംബുലൻസ് കാണുന്നതിന് മുൻപായിട്ട് നമുക്ക് ഈ സൈറൻ കേൾക്കുമ്പോൾ അറിയാൻ പറ്റും അല്ലേ ബാക്കിൽ ആംബുലൻസ് വരുന്നുണ്ട്. അതനുസരിച്ചിട്ട് എന്ത് ചെയ്യും? നമ്മൾ വഴി അറേഞ്ച് ചെയ്ത് കൊടുക്കും ആംബുലൻസിന്. ഫസ്റ്റ് പോയിന്റ് ക്ലിയർ ആണോ? ക്ലിയർ ആണോ ആദ്യത്തെ പോയിന്റ്? ഓക്കെ, then second one നോക്കാം. The first hearable warnings were mechanical bells mounted to either the front of roof of the ambulance. The first hearable, ഏറ്റവും ആദ്യം പണ്ട് കാലത്ത് നമ്മൾക്ക് ഇപ്പോഴത്തെ ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നതിന് മുൻപായിട്ട് ഫസ്റ്റ് ഹിയറബിൾ പണ്ട് കാലത്ത് നമ്മൾ ഒരു ബെൽ, മെക്കാനിക്കൽ ബെല്ലായിരുന്നു. മീൻസ് സൈറൻ പോലെ തന്നെ ഒരു ബെല്ല് പോലെ മുഴങ്ങുന്ന ഒരു മെക്കാനിക്കൽ ബെൽസ് ആണ് നമ്മൾ ആംബുലൻസിന്റെ റൂഫിൽ ഫിറ്റ് ചെയ്തിരുന്നത് പണ്ട് ആദ്യ കാലഘട്ടങ്ങളിൽ. ഓക്കെ, നിങ്ങൾ കണ്ടിട്ടുള്ളവരുണ്ടാകാം, കാണാത്തവരുണ്ടാവും. കുറച്ച് പണ്ട് ആദ്യത്തെ കാലഘട്ടങ്ങളിലൊക്കെ അങ്ങനെ ഇരുന്നത്. ഇന്നാണ് പുതിയ പുതിയ സൈറൻസും സൗണ്ടുകളും അതുപോലെ എന്താണ് ഫ്ലാഷ് ലൈറ്റുകളും കാര്യങ്ങളൊക്കെ വന്നത്. അപ്പോ ആദ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു? മെക്കാനിക്കൽ ബെൽസ് ആയിരുന്നു ആംബുലൻസിന്റെ മുകളിൽ വെച്ചിരിക്കുന്നത്. Then most modern ambulance are now equipped with electronic sirens അല്ലെ? പക്ഷെ ഇന്ന് മോഡേൺ ആംബുലൻസുകളിൽ ഇലക്ട്രോണിക് സൈറൻസ് ആണ് വെച്ചിരിക്കുന്നത്. which produce a range of different noises which ambulance operators can use to attract more attention to themselves. അല്ലെ? ഇന്ന് നമുക്കറിയാം പലതരത്തിലുള്ള ഡിഫറെന്റ് മീൻസ് ഒരു ഇലക്ട്രോണിക് സൈറൻസ് ആണ് ഇന്നത്തെ ആംബുലൻസുകളിലൊക്കെ വെച്ചിരിക്കുന്നത്. അതിൽ നിന്നും നോയ്സ്, ഡിഫറെന്റ് നോയ്സ്, പല രീതിയിൽ നമ്മൾ നോയ്സ് കേൾക്കാറുണ്ട്. ചിലപ്പോ ഇങ്ങനെ കുറച്ച് സൗണ്ട് താഴ്ന്നിട്ട് പിന്നെ ഭയങ്കര സൗണ്ട് ആയിരിക്കും. കണ്ടിട്ടില്ലേ നിങ്ങള്? കേട്ടിട്ടില്ലേ? ആംബുലൻസ് പോകുമ്പോ സൗണ്ട് ഒരേപോലെയാണോ? ഡിഫറെന്റ് ലെവലിലെ വ്യത്യാസങ്ങളുണ്ട് അല്ലേ? ചിലപ്പോ ഭയങ്കര സൈറൻ മുഴക്കിയിട്ടായിരിക്കും, ചിലപ്പോ ഒന്ന് സ്ലോ ചെയ്ത് പിന്നെ അങ്ങനത്തെ രീതിയിൽ പല പല സൈറൻസ് ഒക്കെ ഉണ്ട്. സോ ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ്? അട്രാക്ട് ചെയ്യാനാണ്. ആരെ അട്രാക്ട് ചെയ്യാൻ? പുറകെ വരുന്ന വാഹനങ്ങൾ അല്ലേ? ഫ്രണ്ടിൽ പോകുന്ന വാഹനങ്ങൾ നമുക്ക് ഇങ്ങനെ ആംബുലൻസ് വരുന്നുണ്ട്, അർജന്റായിട്ട് പേഷ്യന്റിനെ കൊണ്ടുപോവുകയാണ് എന്നൊരു അട്രാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള സൈറൻസ് കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. Especially when advancing through an intersection or heavy traffic അല്ലെ? നമ്മള് സ്പെഷ്യൽ ആയിട്ട് ഇങ്ങനെ ഒരുപാട് സൈറനുകൾക്ക് പോകുന്നത് ഏത് സിറ്റുവേഷനിലൊക്കെയാണ്? ഒന്നില്ലെങ്കിൽ ഇന്റർസെക്ഷൻ അല്ലെങ്കിൽ ഹെവി ട്രാഫിക്. ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ കവലകളൊക്കെ ഉണ്ടല്ലോ, ജംഗ്ഷനുകൾ, മെയിൻ ജംഗ്ഷനുകളൊക്കെ ഇല്ലേ? ഇപ്പൊ നമ്മള് എന്താ പറയാ, ടി ജംഗ്ഷൻ പോലെയൊക്കെ പറയും, മൂന്നും കൂടിയുള്ള കവലകള്. അങ്ങനെയുള്ള അവിടെയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നോർമലി ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ഹെവി ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ട്രാഫിക് ബ്ലോക്കുകൾ ഉണ്ടാവും. ആ ടൈമിലൊക്കെ അവർ നല്ല രീതിയിൽ സൈറൻ മുഴക്കിക്കൊണ്ട് തന്നെയാണ് ഈ ആംബുലൻസ് കടന്നു പോകുന്നത്. കാരണം വണ്ടികളെല്ലാം ബ്ലോക്കായി കിടക്കുകയാണ്. ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, സിഗ്നലിലൊക്കെ കിടക്കുന്ന സമയത്ത് ആംബുലൻസ് സിഗ്നലിലൊന്ന് കിടക്കാറുണ്ടോ? ഉണ്ടോ? സിഗ്നൽ വന്ന് കിടക്കുകയാണ്, റെഡ് സിഗ്നലിൽ നമ്മൾ എല്ലാ വാഹനങ്ങളും കിടക്കുമ്പോൾ ആംബുലൻസ് മീൻസ് ആംബുലൻസ് അവിടെ സിഗ്നലിൽ കിടക്കാറില്ല അല്ലേ? എന്തുകൊണ്ടാണ്? പേഷ്യന്റിനെ നമ്മൾ അത്ര ഇമ്മീഡിയറ്റ് ആയിട്ട് കൊണ്ടുപോവുകയാണ്. ആംബുലൻസിന് മാത്രം കടന്നു പോകാനായിട്ട് അനുമതിയുണ്ട്. അനുമതിയല്ല, മീൻസ് അത് നമ്മൾ ട്രീറ്റ്മെന്റിന് വേണ്ടി കൊണ്ടുപോവുകയാണല്ലോ. സോ അപ്പൊ അങ്ങനെയുള്ള ഇന്റർസെക്ഷൻ, ഇതുപോലെ ജംഗ്ഷനുകളിലും ഹെവി ട്രാഫിക് വരുന്ന ആ ഒരു ഏരിയകളിലൊക്കെ വരുമ്പോഴാണ് നമ്മൾ ഇങ്ങനെ സൈറനൊക്കെ മുഴക്കി പോകുന്നത്. ആംബുലൻസ് വരുന്നുണ്ടെന്ന് അട്രാക്ട് ചെയ്യണം അല്ലെങ്കിൽ അറിയണം. Then a new development is the use of RDS, radio data system. ഒന്ന് അണ്ടർലൈൻ ചെയ്തേക്ക് കേട്ടോ.
പുതിയൊരു വികസനം റേഡിയോ RDSന്റെ വികസനം, സിസ്റ്റം ഓഫ് കാർ റേഡിയോസ്. കാർ റേഡിയോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ പറഞ്ഞില്ലേ 2-way റേഡിയോ, അതിന്റെ ഒരു വികസനം ഇതിൽ ഇൻക്ലൂഡഡ് ആണെന്ന് നമ്മൾ പറഞ്ഞു. ഓഡിയബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് വിളിച്ചറിയിക്കാൻ പറ്റുന്നത്. RDS റേഡിയോ ഡാറ്റ സിസ്റ്റം, അതൊന്ന് ക്യാപിറ്റൽ ആണോ നിങ്ങളുടെ ടെക്സ്റ്റിൽ എഴുതിയിരിക്കുന്നത്? റേഡിയോ ഡാറ്റ സിസ്റ്റം മൂന്നും ക്യാപിറ്റൽ ആണോ? സ്മോൾ ആണെങ്കിൽ അത് ക്യാപിറ്റൽ ആക്കാം കേട്ടോ. ക്യാപിറ്റൽ ആണ്. ഓക്കെ, യെസ്. അണ്ടർലൈൻ ചെയ്തോ? RDS ഫുൾ ഫോം ചിലപ്പോൾ ചോദിക്കാം എക്സാമിന്. എഴുതിയോ? സോറി, അണ്ടർലൈൻ ചെയ്തോ? ക്യാപിറ്റൽ RDS എന്നുള്ളത് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്? പുതിയൊരു വികസനം. അതായത് നമ്മൾ പറഞ്ഞില്ലേ 2-way റേഡിയോ, അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. കാണാൻ പറ്റില്ലല്ലോ, നമ്മൾ ഓഡിയോ മാത്രമല്ലേ സന്ദേശങ്ങൾ കൈമാറുകയാണ് ഈ RDS വഴി. ലാസ്റ്റ് പോയിന്റ്, the ambulance is equipped with a shortage range of FM transmitter which formulates the radio of all cars within a range. അതായത് കമ്മ്യൂണിക്കേഷൻ പർപ്പസിന് തന്നെ ഈ റേഡിയോ ആക്റ്റീവ് മീൻസ് 2-way റേഡിയോ പോലെ തന്നെയാണ് FM ട്രാൻസ്മിറ്റർ. മീൻസ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻസ് പരസ്പരം എന്താണ് ആംബുലൻസിൽ നിന്നും ഡോക്ടേഴ്സിനെ വിളിക്കാനും മറ്റും കൈമാറാൻ, സന്ദേശങ്ങൾ കൈമാറാനായിട്ടുള്ള ഒരു മാർഗമാണ് FM ട്രാൻസ്മിറ്റർ. 2-way റേഡിയോ പോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇലക്ട്രോണിക് എക്യുപ്മെന്റ് ആണ് കമ്മ്യൂണിക്കേഷൻ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇത്രയുമാണ് ഓഡിയബിൾ വാർണിംഗ്സിൽ പറയുന്നത്. ആംബുലൻസിനുള്ള ഓഡിയബിൾ വാർണിംഗ്സ് ഇതൊന്ന് വായിച്ചു നോക്കി. ഓരോ പോയിന്റും മനസ്സിലാക്കി വായിക്കാം കേട്ടോ. ചുമ്മാ വായിച്ച് പോക്കിയല്ല, ഒന്ന് മനസ്സിലാക്കി വായിക്കാം. ജസ്റ്റ് ഇത് മനസ്സിലാക്കി വെക്കുക. ഇതിൽ വേറെ ഇമ്പോർട്ടന്റ് ആയിട്ട് പോയിന്റ്സുകളായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അതിനുള്ളിൽ എന്തൊക്കെയാണ് ഓഡിയബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ, ദെൻ ആ RDS എന്നുള്ളത് ഒന്ന് റൗണ്ട് ചെയ്ത് വെക്കണം, പഠിക്കണം. ഓക്കെ, എന്തെങ്കിലും വായിച്ചിട്ട് മനസ്സിലാവാന്നുണ്ടെങ്കിൽ ചോദിച്ചോളൂ. കംപ്ലീറ്റ് ചെയ്തു എല്ലാവരും? ക്ലിയർ ആണോ എല്ലാവർക്കും? അപ്പൊ ആക്റ്റീവ് വിഷ്വൽ വാർണിംഗ്സും ദെൻ ഓഡിയബിൾ വാർണിംഗ്സ് ആണ് നമ്മൾ നോക്കിയത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? വായിച്ചിട്ട് മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, എല്ലാവർക്കും. അപ്പൊ നമ്മള് ആംബുലൻസിനെ കുറിച്ച് കുറെ കാര്യങ്ങളൊക്കെ പഠിച്ചോ? നിങ്ങൾക്ക് അറിയില്ലാത്ത കുറെ കാര്യങ്ങൾ, അറ്റ്ലീസ്റ്റ് ആംബുലൻസ് പോകുന്നത് കാണാറുണ്ട്. പലരും അതിൽ എഴുതിയിട്ടുള്ള കാര്യങ്ങൾ വരെ ശ്രദ്ധിച്ചിട്ടില്ല. അപ്പൊ ഞാൻ നോക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ആംബുലൻസ് ഒക്കെ കാണുമ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അതിന് പുറമെ എഴുതിയിരിക്കുന്നത് കളറ് അല്ലെങ്കിൽ ഇതുപോലെ ലൈറ്റ് എന്ത് കളറാണ്, എന്തായാലും മറ്റു വാർണിങ്സ് ഇത് നോക്കി. ഓക്കെ,
ഇത് നോക്കി ഓക്കെ നോക്കണോട്ടോ. നോക്കിയിട്ട് എന്തെങ്കിലും വ്യത്യാസങ്ങളൊക്കെ തോന്നിയോ? നമുക്ക് പഠിച്ചു കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോ പേഷ്യൻ ട്രാൻസ്പോർട്ട് കണ്ടു അല്ലെ? നമ്മൾ പഠിച്ചു കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോ നമുക്കൊരു എന്താ പറയാ ഒരു ഹാപ്പിനെസ് കിട്ടില്ലേ? കിട്ടിയോ? നോക്കിയ ആളാരാണോ? ഫൈസാൻ എന്നാണോ പേര്? കറക്റ്റ് എനിക്ക് ഓക്കെ നീതു കുറച്ച് പേരല്ലേ? അല്ലെ നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ നോക്കുമ്പോ എന്തോ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്തോ നോക്കിയവർക്ക്? അപ്പൊ ഇത് മാത്രമല്ല കേട്ടോ, നമ്മള് ഈ ഒരു ഹോസ്പിറ്റലിൽ ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പഠിക്കും. അപ്പൊ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ട് യെസ് അല്ലെ? അപ്പൊ അതാണ് നമുക്ക് വേണ്ടത് കേട്ടോ. അപ്പൊ നമ്മൾ പഠിക്കുന്നതിനോട് കുറച്ചും കൂടി പഠിക്കാനായിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് ഒക്കെ തോന്നൂലേ? നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ, ഇതുവരെ നമുക്ക് അറിയില്ല. അത്യാവശ്യം എന്താ പറയാ എന്തെങ്കിലും ഒരു അസുഖം വരുന്നത് ചിലപ്പോൾ ഹോസ്പിറ്റലിൽ പോകുന്നവർ മാത്രമായിരിക്കും നമ്മള്. അതിലപ്പുറം ഹോസ്പിറ്റലിനെ കുറിച്ചോ അവിടെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചോ യാതൊരു നോളജ് നമുക്ക് ഉണ്ടാവില്ല. പക്ഷെ ഇനി നമ്മൾ പുതുതായിട്ട് ഓരോരോ ക്ലാസ്സുകളിലൂടെ നിങ്ങൾ പഠിക്കുകയാണ്. ഓരോ ഡിപ്പാർട്ട്മെന്റ് എന്താണ്, അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് അല്ലെ? അപ്പോ ഈ പഠിക്കുന്നത് നിങ്ങൾക്ക് ഭാവിയിലേക്ക് ജോലിക്ക് വേണ്ടിയിട്ടാണ്. അത് ഒരു വശത്ത്. പക്ഷെ നമുക്ക് മറുവശത്ത് നമുക്ക് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കാം. ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ആയിട്ടുണ്ടെങ്കിലും നമുക്ക് പറഞ്ഞു കൊടുക്കാം, ഈ ആംബുലൻസ് ഇങ്ങനെയാണ് കേട്ടോ, ഇതില് ഇന്ന ടൈപ്പ് പേഷ്യന്റ് ആണ് കൊണ്ടുപോകുന്നത് എന്നൊക്കെ നമുക്കിപ്പോ പറയാൻ പറ്റും. പറ്റില്ല എല്ലാവർക്കും സാധിക്കണം കേട്ടോ. ഹോസ്പിറ്റലിൽ പോയാലും നോക്കാറുണ്ട്. യെസ് നോക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ പഠിക്കുന്നത് ജസ്റ്റ് എന്താ പറയാ, നമ്മൾ എന്ത് കാര്യങ്ങൾ പഠിച്ചാലും അതൊരു ജസ്റ്റ് ഒരു എക്സാം എഴുതി ഒരു ജോലി കിട്ടണം, അതായിരിക്കണം നമ്മുടെ ഒന്നാമത്തെ ലക്ഷ്യം. പക്ഷെ അതിന് പുറമെ നമ്മുടെ ലൈഫിലും അതിന് കുറച്ച് എന്താ പറയാ പ്രാവർത്തികമാക്കണ്ടേ? ഓക്കെ, ഇടയ്ക്ക് ക്ലാസ്സിനിടയിൽ ഇങ്ങനെ ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാട്ടോ. അപ്പൊ ഓഡിയബിൾ വാണിക്ക് കഴിഞ്ഞു. നെക്സ്റ്റ് വൺ നമ്മൾ നോക്കുന്നത് കോസ്റ്റ്. ഓക്കെ, കോസ്റ്റ് ആംബുലൻസിന്റെ ചിലവുകൾ എങ്ങനെയാണെന്ന് കോസ്റ്റ് നോക്കാം. അപ്പൊ ഇതും നമുക്ക് പുതിയ അറിവാണ്. കോസ്റ്റ് കാര്യങ്ങളൊന്നും നമുക്ക് അറിയില്ല. നോക്കാം കേട്ടോ. The ambulance's ride cost can be paid from several sources, and this will relay the local situation or kind of services being provided by whom and to whom. അതായത് ഇവിടെ പറയുന്നത് എന്താണ്? ആംബുലൻസിന്റെ യാത്രാ ചെലവുകൾ, ആംബുലൻസ് പോകുന്ന ട്രാൻസ്പോർട്ടിന്റെ ചെലവ് പല സ്രോതസ്സുകളിൽ നിന്നാണെന്നും അത് ചിലപ്പോ ലോക്കൽ പ്രാദേശികമായിട്ടുള്ള അല്ലെങ്കിൽ ഓരോ സർവീസസിനനുസരിച്ചിട്ടായിരിക്കും, അതിന്റെ സേവനങ്ങളെ അനുസരിച്ചിട്ടായിരിക്കും. അത് ആർക്കാണ് എങ്ങനെയാ കൊടുക്കേണ്ടതെന്നുള്ളത് തീരുമാനിക്കുന്നത് ഓരോ ടൈപ്പ് ലോക്കൽ ഓരോ സിറ്റുവേഷൻ സാഹചര്യത്തിനനുസരിച്ചിട്ടുള്ള സേവനങ്ങൾക്ക് അനുസൃതമായിട്ടാണ് അതിന്റെ ചെലവും കാര്യങ്ങളൊക്കെ വരുന്നത്. നമ്മള് ഓരോ ടൈപ്പ് കോസ്റ്റിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ആംബുലൻസിന്റെ ചെലവുകൾ കേൾക്കുക, ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കണേ. ടെക്സ്റ്റില് വ്യത്യാസം ഉണ്ടോ? എവിടെയായിരുന്നു? ഫസ്റ്റ് സെന്റൻസ് ആണോ? എവിടെയായിരുന്നു? ഫസ്റ്റ് സെന്റൻസിലാണോ? ആംബുലൻസ് റൈഡ് കോസ്റ്റ് ഡിപ്പെൻഡഡ് എന്നാണോ കിടക്കുന്നത്? അതെ, ഓക്കെ. അവിടെ വേറെ കുഴപ്പമൊന്നുമില്ല. ഇവിടെ നമ്മുടെ പ്രിന്റിംഗിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. മീനിങ് അത്രേ ഉള്ളൂ. അതായത് നമ്മൾ ഡിഫറെന്റ് സോഴ്സസ് സാഹചര്യം അനുസരിച്ചിട്ട് പല സ്രോതസ്സുകളിൽ നിന്നാണ് ആംബുലൻസിന്റെ ചെലവുകൾ വരുന്നതെന്ന്. കാര്യം മനസ്സിലായല്ലോ നിങ്ങൾക്ക്? അപ്പൊ വേറെ ഇനി അതിനകത്ത് വെട്ടി തിരുത്താനൊന്നും പോകണ്ട. ഇവിടെ വന്നിരിക്കുന്ന മിസ്റ്റേക്കിലാണ് നമ്മളുടെ ഇതിൽ. ഓക്കെ, ഇനി നമ്മൾ മെയിൻ ആയിട്ട് അത് ജസ്റ്റ് ഒരു തുടക്കം സ്റ്റാർട്ടിങ് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. ക്യാൻ ബി പെയ്ഡ് എന്നാണ്. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ സെന്റൻസ് ഇരുന്നോട്ടെ, പ്രശ്നമൊന്നുമില്ല. ഇനി ഉള്ള പോയിന്റ്സ് ആണ് പ്രാധാന്യം കൊടുത്ത് പഠിക്കേണ്ടത്. ഓക്കെ, കോസ്റ്റുകൾ എങ്ങനെയാണെന്നുള്ളതാണ് പ്രാധാന്യം ഇമ്പോർട്ടന്റ് കൊടുക്കേണ്ടത്. അപ്പൊ കോസ്റ്റില് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗവൺമെന്റ് ഫണ്ടഡ് സർവീസസ് ഉണ്ട്, അതുപോലെ പ്രൈവറ്റ്ലി ഫണ്ടഡ് സർവീസസ്, ചാരിറ്റി ഫണ്ടഡ് സർവീസസ്, ഹോസ്പിറ്റൽ ഫണ്ടഡ് സർവീസസ്. മെയിൻ ആയിട്ട് 4 ടൈപ്പ് കോസ്റ്റിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഗവൺമെന്റിന്റെ കീഴിൽ വരുന്നത്, പ്രൈവറ്റിന്റെ ബേസിൽ വരുന്നത്, ചാരിറ്റി ബേസിസ്, ദെൻ ഹോസ്പിറ്റൽ ബേസിസിൽ വരുന്ന ആംബുലൻസുകളെ കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ദെൻ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, ഓക്കെ ആണോ? നിങ്ങൾക്ക് സ്പീഡ് കൂടുന്നുണ്ടോ? ക്ലിയർ ആണോ? ചെറിയ ചെറിയ കാര്യങ്ങളല്ലേ, അത്യാവശ്യം നിങ്ങൾക്ക് കുറെ അറിയാവുന്ന കാര്യങ്ങളായതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. സ്പീഡ് ആയിട്ട് തോന്നുന്നുണ്ടായിരുന്നെങ്കിലോ? ഓക്കെ ആണോ? ഓക്കെ ആണ്, കുഴപ്പമില്ലല്ലോ. എന്റെ ഒരു സ്പീഡിലോട്ട് നിങ്ങൾ എത്തിയോ? ഓക്കെ, ഞാൻ മീൻസ് നോർമൽ സ്പീഡ് ഇങ്ങനെ തന്നെയാണ് കേട്ടോ. നമ്മൾ നോർമല് സംസാരിക്കുമ്പോഴും കാര്യങ്ങളൊക്കെ ഇങ്ങനെ തന്നെയാണ് സ്പീഡ്. ഓക്കെ, പിന്നെ ആർക്കെങ്കിലും ഫോളോ ചെയ്യാൻ പറ്റാത്തതോ അല്ലെങ്കിൽ മനസ്സിലാവാത്തതോ ഉണ്ടെങ്കിലും ഒന്ന് പറയാം. അതിനിടയ്ക്ക് നിങ്ങളോട് ചോദിക്കുന്നത് അതുകൊണ്ടാണ്.
നമ്മളെ എല്ലാവരുടെയും കാര്യം നോക്കണമല്ലോ. അപ്പൊ അങ്ങനെ ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് പറയാം കേട്ടോ. സ്പീഡ് കുറക്കണമെങ്കിൽ പറയാം. മാക്സിമം ഞാൻ റിപ്പീറ്റ് ചെയ്യാറുണ്ട് നിങ്ങളോട്, ജസ്റ്റ് വായിപ്പിക്കും. അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ. ദെൻ ഫസ്റ്റ് വൺ, ഗവൺമെന്റ് ഫണ്ടഡ് സർവീസസ് അല്ലെ. അതായത് നമ്മൾക്കറിയാമല്ലോ ഇപ്പൊ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലും മറ്റൊക്കെ ഗവൺമെന്റ് ഫണ്ടിൽ നിന്നുള്ള ഒരു സർവീസസ് ആണ് ആംബുലൻസ് ചെയ്യുന്നത്. നോക്കാം. The full or the majority part of the cost transport by ambulance is borne by local, regional or national government. അപ്പോ ഗവൺമെന്റ് ഫണ്ടഡ് ആയിട്ടുള്ള ആംബുലൻസ് ആണെങ്കിൽ അതിന്റെ സേവനങ്ങളും അതിന്റെ കോസ്റ്റും കാര്യങ്ങളൊക്കെ അവിടെയുള്ള ലോക്കൽ അല്ലെങ്കിൽ റീജിയണൽ, നാഷണൽ ഗവൺമെന്റ് തന്നെയാണ് തുക ചിലവാക്കുന്നത്. ത്രൂ ദെയർ ഓർഡിനറി ടാക്സേഷൻ. ഗവൺമെന്റിന് പല രീതിയിലും ടാക്സ് ലഭിക്കും. ടാക്സ് കൊടുക്കാറില്ലേ നമ്മുടെ അല്ലെ, ജനങ്ങളുടെ നിന്നുള്ള വരുമാനം കിട്ടും, ടാക്സ് കിട്ടും. സോ ആ ടാക്സ് വഴിയിട്ടാണ് അവര് ഗവൺമെന്റ് ഫണ്ട് മീൻസ് ഇങ്ങനെയുള്ള ചെലവുകൾ ചെയ്യുന്നത്. ആംബുലൻസിന്റെ കോസ്റ്റ് ചിലവുകളും കാര്യങ്ങളും ആംബുലൻസ് നടക്കുന്നതും സേവനങ്ങളൊക്കെ നടക്കുന്നത് നമ്മൾ കൊടുക്കുന്ന ടാക്സിൽ, ഗവൺമെന്റിൽ നമ്മൾ കൊടുക്കുന്ന ടാക്സ് മുഖ്യതയാണ്. ആ നികുതിയിലൂടെയാണ് അവര് ചെയ്യുന്നത്. അല്ലാതെ ഗവൺമെന്റ് ഫണ്ടിന് നമ്മൾ എക്സ്ട്രാ പേഷ്യന്റ് പൈസ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ലാന്ന് അവിടെ. ക്ലിയർ ആയോ? ഗവൺമെന്റ് ഫണ്ടഡ് എന്താണെന്ന്? ടാക്സ് വഴി നമ്മൾ കൊടുക്കുന്ന ടാക്സിലൂടെയാണ് അവര് ഈ ഗവൺമെന്റ് ഫണ്ടഡ് സർവീസ് ചെയ്യുന്നത്, ആംബുലൻസ് സേവനങ്ങളൊക്കെ ഏർപ്പാടാക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ ഫസ്റ്റത്തെ പോയിന്റ്? ഓക്കെ, ചെലവുകൾ കാര്യങ്ങളൊക്കെ ഗവൺമെന്റ് തന്നെയാണെന്ന് നമ്മൾ കൊടുക്കുന്ന ടാക്സിലൂടെയാണ് അവരൊക്കെ ചെയ്യുന്നത്. ഇനി രണ്ടാമതായിട്ട് പറയുന്നത് പ്രൈവറ്റ്ലി ഫണ്ടഡ് സർവീസ്. പ്രൈവറ്റ്ലി നോക്കാം. കോസ്റ്റ് ഓഫ് ആൻ ആംബുലൻസ് ട്രാൻസ്പോർട്ട് ഷുഡ് ബി ബൈഡ് ദംസെൽഫ് ഓർ ത്രൂ ദെയർ ഇൻഷുറൻസ് കമ്പനി. നമ്മൾ പ്രൈവറ്റ് ആയിട്ടുള്ള ആംബുലൻസിനെ വിളിക്കുകയാണെങ്കിൽ ചിലപ്പോ അതിന്റെ സർവീസസിനുള്ള ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാനോ അന്നിങ്ങനെയുള്ള നമ്മുടെ സേവനങ്ങൾ നമ്മൾ പ്രൈവറ്റിൽ നിന്നാണ് ഒരു ആംബുലൻസ് വിളിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ തന്നെ പേഷ്യന്റ് തന്നെ പേയ്മെന്റ് അല്ലെങ്കിൽ സർവീസസിനുള്ള ആ സേവനത്തിനുള്ളത് പേഷ്യന്റ് തന്നെ ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ, ഇപ്പോ ചില പേഷ്യൻസിന് ഇൻഷുറൻസ് ഉണ്ടാകും. സോ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ആ ഇൻഷുറൻസിൽ നിന്ന് അതിന്റെയും കൂടി പേയ്മെന്റ് പോയിക്കോളും. ഇല്ലാത്തവരാണെങ്കിൽ പേഷ്യന്റ് തന്നെ കയ്യിലെടുത്ത് കൊടുക്കേണ്ടതായിട്ട് വരും. പ്രൈവറ്റിൽ അങ്ങനെയല്ലേ, നമ്മൾ തന്നെ പൈസ കാര്യങ്ങളൊക്കെ എടുക്കേണ്ടതായിട്ട് വരും അല്ലെ. ഗവൺമെന്റ് ആവുമ്പോൾ ചിലവുകളൊക്കെ ഗവൺമെന്റ് തന്നെയാണ് എടുക്കുന്നത്. പ്രൈവറ്റ് വിളിക്കുമ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് തരുന്ന സേവനങ്ങൾക്കുള്ള ക്യാഷ് പേഷ്യന്റ് കൊടുക്കണം. ഇനി പേഷ്യന്റിന് എന്താണ് ഇൻഷുറൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ആ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് അത് പിടിക്കും. ഓക്കെ, ക്ലിയർ ആണോ? പ്രൈവറ്റ്ലി ഫണ്ടഡ് എന്താണെന്ന് എളുപ്പമാണ്. മാക്സിമം ഞാൻ എളുപ്പത്തിലാണ് പറയുന്നത്. ഇതിലും എളുപ്പത്തിൽ എനിക്ക് അറിയില്ല കേട്ടോ പറയാൻ. ചാരിറ്റി ഫണ്ടഡ് സർവീസ്. ചാരിറ്റിയിൽ നോക്കാം കേട്ടോ. ട്രാൻസ്പോർട്ട് ബൈ ആംബുലൻസ് മേ ബി ഗിവൻ ഫ്രീ ഓഫ് ചാർജ് ടു പേഷ്യന്റ് ബൈ എ ചാരിറ്റി, although contributions may be sought for services received. ഇപ്പൊ നിങ്ങളുടെ ഏരിയകളിലൊക്കെ ആണെങ്കിൽ ചാരിറ്റി ആയിട്ടുള്ള ആംബുലൻസുകൾ കാണാറുണ്ട്, കണ്ടിട്ടുണ്ടോ? ഓരോ സമിതി അംഗങ്ങളുടെ ഇപ്പൊ എന്തെങ്കിലും ഒരു സാമൂഹ്യ സേവാ സംഘം അല്ലെങ്കിൽ പ്രാർത്ഥന അങ്ങനെ ഒരു ഫൗണ്ടേഷന്റെ ഒക്കെ ആയിട്ട് അല്ലെ പല അങ്ങനത്തെ ആംബുലൻസുകളുണ്ട്. അപ്പോ ഇങ്ങനത്തെ ചാരിറ്റി ഫണ്ടഡ് ആംബുലൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് നമുക്ക് നൽകുന്ന സേവനത്തിന് പേഷ്യന്റിന്റെ നമുക്ക് പൈസ, അവര് ഫീസ് ഒന്നും വാങ്ങിക്കില്ല, സർവീസ് ചാർജ് ഒന്നും വാങ്ങിക്കില്ല. പക്ഷെ മേ ബി എന്തെങ്കിലും കോൺട്രിബ്യൂഷൻസ് ഉണ്ടെങ്കിൽ അവരത് സ്വീകരിക്കും. ഇപ്പൊ നമ്മള് ഹോസ്പിറ്റലിലെ പേഷ്യന്റിനെ കൊണ്ടാക്കാനോ അങ്ങനെയൊക്കെ ആണെങ്കിൽ അവരെന്താണ് അതിന്റെ ചാർജോ അല്ലെങ്കിൽ ഫീസോ കാര്യങ്ങളൊന്നും വാങ്ങിക്കില്ല. നമുക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂഷൻസ് അവർക്ക് കൊടുക്കാറുണ്ടെങ്കിൽ കോൺട്രിബ്യൂഷൻസ് കൊടുക്കാറുണ്ട്. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോ ഒരു പേഷ്യന്റ് കേട്ടോ, അപ്പൊ ആ പേഷ്യന്റ് എന്താണ് ഇപ്പൊ പേഷ്യന്റ് ഉപയോഗിച്ചിട്ടുള്ള പേഷ്യന്റ് ചിലപ്പോൾ മരണപ്പെട്ടു പോയെന്നിരിക്കാം. സോ നമ്മള് പേഷ്യന്റ് ഉപയോഗിച്ചിട്ടുള്ള ഇപ്പൊ വാട്ടർ ഒരുപാട് നാള് കിടപ്പായിട്ടുള്ള പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ ഇപ്പൊ വാട്ടർ ബെഡ് ഒക്കെ യൂസ് ചെയ്യും ഇല്ലേ. അപ്പൊ അതൊക്കെ അത്യാവശ്യം നല്ല വാട്ടർ ബെഡ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഐറ്റംസ് ആ പേഷ്യന്റ് ഉപയോഗിച്ചിട്ടുള്ള വസ്തുക്കൾ ഉണ്ടല്ലോ, പിന്നീട് ഒരാൾക്കും കൂടി ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും എക്യുപ്മെന്റ്സ് ആകാം. ഇപ്പൊ ഒരു നെബുലൈസർ ആവാം അല്ലേ. അപ്പൊ അതൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് വീണ്ടും അത് ഉപയോഗിക്കാം. നമുക്കത് മീൻസ് അത് കളയുന്ന വസ്തുക്കളല്ലാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ മറ്റൊരു പേഷ്യന്റിനും കൂടി ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഇതുപോലെ വസ്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ വാട്ടർ ബെഡോ അല്ലെങ്കിൽ നെബുലൈസറോ
അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അങ്ങനത്തെയുള്ള ഉപകാരമുള്ള വസ്തുക്കൾ ഉണ്ടെങ്കിൽ നമുക്കത് കോൺട്രിബ്യൂട്ട് ചെയ്യാം. പൈസ ആയിട്ടല്ല കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള വസ്തുക്കൾ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ചാരിറ്റി ഫണ്ടഡ് സർവീസിൽ നമുക്കത് എന്ത് ചെയ്യാം, കോൺട്രിബ്യൂട്ട് ചെയ്യാം. അപ്പൊ അത് അവര് വേറെ ആവശ്യമുള്ളൊരു പേഷ്യന്റിനെ അവർ എത്തിക്കുന്നു. അല്ലാതെ അവര് തരുന്ന സേവനത്തിന് നമ്മൾ പൈസ ഒന്നും കൊടുക്കണ്ട. ക്ലിയർ ആയോ? കോൺട്രിബ്യൂട്ട് ചെയ്യണം എന്താണെന്ന് ക്ലിയർ ആയോ? ഓക്കെ, ക്ലിയർ ആയില്ലേ? ആർക്കെങ്കിലും മനസ്സിലാവാതെയുണ്ടോ? നമ്മൾ ഞങ്ങളുടെ എക്സാമ്പിൾ ഇട്ടത്. ഓക്കെ, then next one, hospital funded service. Hospital funded. Hospitals may provide the ambulance transport free of charge on the contribution that patients use the hospital services which they may have to pay for. എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു പ്രാവശ്യം കൂടെ വായിക്കാൻ ശ്രദ്ധിക്കാമല്ലോ. Hospital may provide the ambulance transport free of charge on the condition that patients use the hospital services which they may have to pay for. ആർക്കെങ്കിലും മനസ്സിലായോ? എന്തെങ്കിലും ഐഡിയ കിട്ടിയോ? മനസ്സിലായിട്ടുള്ളവരൊന്ന് പെട്ടെന്ന് കമന്റ് ചെയ്തേ. ഒരു ഐഡിയ ഇല്ല. ഹോസ്പിറ്റല് ഫ്രീ ആണ്. ഓക്കെ, ട്രാൻസ്പോർട്ട് ഫ്രീ ആണ്. ദെൻ അത് കഴിഞ്ഞിട്ട് എന്താണ് പറയുന്നത്? ചാർജ് ഫ്രീ ആണെന്ന് പറഞ്ഞു. ദെൻ അത് കഴിഞ്ഞിട്ട് എന്താ പറയുന്നത്? ഒന്നുമില്ല. കണ്ടീഷന്റെ കാര്യം എന്താ പറയുന്നത്? അത് വായിച്ചു നോക്കൂ. ഐഡിയ ഇല്ല. ഓക്കെ, കുഴപ്പമില്ല, ഞാൻ പറയാം. നമ്മുടെ ആവശ്യത്തിന്. ഓക്കെ, നോക്കാം. ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതായത് ഹോസ്പിറ്റൽ ആംബുലൻസ് ട്രാൻസ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് ഫ്രീ ആണെന്ന്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു പേഷ്യന്റ് ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കണേ. അപ്പൊ പേഷ്യന്റിന് ഒരു 2 ആഴ്ച 3 ആഴ്ചയോളം ആ ഹോസ്പിറ്റലിൽ ആ പേഷ്യന്റ് അഡ്മിറ്റ് ആയിരുന്നു. അപ്പോ അത്രയും 2-3 ആഴ്ച അവിടെ അഡ്മിറ്റ് ആയിരുന്നു. ദെൻ അഡ്മിറ്റ് ആയി ആ ഒരു ടൈമിൽ തന്നെയാണ് അദ്ദേഹം മരണപ്പെട്ടു പോകുന്നത്. സോ എന്താണ്, അങ്ങനെ ആ പേഷ്യന്റ് അവിടെ മരണപ്പെട്ടു. മീൻസ് ആ അഡ്മിറ്റ് ആയ ഒരു ടൈമിൽ തന്നെയാണ് മരിച്ചത്. അപ്പൊ ഒരു 1-2 ആഴ്ചയായി ആളുടെ അഡ്മിറ്റ് ആണ്. സോ ഓൾറെഡി ആ 2 വീക്കിനുള്ള ചാർജ് മാക്സിമം അറിയാലോ. ഹോസ്പിറ്റല് ഓരോ ബില്ലും ചാർജൊക്കെ ആയിട്ട് നമ്മൾ ഡിസ്ചാർജ് ആകുന്ന ടൈമില്ല, അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ആ പേഷ്യന്റോട് പേയ്മെന്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദെൻ ഈ പേഷ്യന്റിന്റെ ബോഡി നമ്മളെ വീട്ടിലേക്ക് എത്തിക്കാനും മറ്റും ഈ ആംബുലൻസ് അവിടെ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതിന് അവര് എക്സ്ട്രാ ഫീസും അല്ലെങ്കിൽ എക്സ്ട്രാ ചാർജസ് എടുക്കില്ല. ക്ലിയർ ആയോ? ഓൾറെഡി ആ പേഷ്യന്റ് അവിടെ 2-3 ആഴ്ച അവിടെ അഡ്മിറ്റ് ആയ പേഷ്യന്റ് ആണ്. ദെൻ ആ പേഷ്യന്റിനെ ചിലപ്പോ വീട്ടിലേക്ക് എത്തിക്കാനോ അങ്ങനെയാണെങ്കിൽ അവിടുന്ന് എക്സ്ട്രാ ഫീസ് അവര് ആംബുലൻസിന് ചാർജ് എടുക്കില്ലാണ്. ഹോസ്പിറ്റലിലെ സേവനം, അതായത് അവിടെ അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യന്റ് ആണെങ്കിൽ ഓൾറെഡി നമ്മൾ 2 ആഴ്ച അഡ്മിറ്റ് ആണെങ്കിൽ നമ്മൾ അതിന്റെ എമൗണ്ട് അവിടെ പേയ്മെന്റ് ചെയ്തിട്ടുണ്ട്. മനസ്സിലായോ? അത് കഴിഞ്ഞിട്ട് ആംബുലൻസിൽ അവർ ആക്കുകയാണെങ്കിലും അതിന്റെ ചാർജ് കൊടുക്കില്ലാണ്. ഓൾറെഡി നമ്മുടെ മാക്സിമം കിട്ടാവുന്നത്ര പേയ്മെന്റ് നമ്മൾ അവിടെ ബില്ല് പേയ്മെന്റ് ചെയ്തിട്ടുണ്ടല്ലോ. സോ എക്സ്ട്രാ ഒരു ആംബുലൻസിന്റെ ചാർജ് പേഷ്യന്റിൽ നിന്നും വാങ്ങിക്കില്ല. ക്ലിയർ ആയോ? ക്ലിയർ ആണ് എല്ലാവർക്കും? പറഞ്ഞത് ഓക്കെ ആണോ? യെസ്. നമുക്ക് കുറച്ച് എക്സാമ്പിൾ ഇങ്ങനെ ഇട്ടാൽ മാത്രം മനസ്സിലാവുള്ളൂ അല്ലേ? ആണോ? കാരണം ചില വേർഡ്സുകള് മീൻസ് ഒറ്റയടിക്ക് നിങ്ങൾക്ക് അത് വായിക്കുമ്പോൾ അത് ക്യാച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. എനിക്കറിയാം. സെന്റൻസുകൾ ഇച്ചിരി അല്ലേ? ആണോ? വായിച്ചപ്പോ തോന്നിയത് നിങ്ങൾക്ക് നേരെ കിടക്കുന്ന ഒരു സെന്റൻസിനെ വളച്ചൊടിച്ചിട്ടാണ് അല്ലെ? ചില കാര്യങ്ങൾ അങ്ങനെയാണ്. നേരെ കിടക്കുന്ന കാര്യത്തിന് വളച്ചൊടിച്ചിട്ടാണ്. പക്ഷെ ഞാനത് എക്സാമ്പിളിലൂടെ ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് അത് ക്ലിക്ക് ചെയ്യുന്നുണ്ടോ? എക്സാമ്പിൾ ഇടുമ്പോൾ കുറച്ചും കൂടി കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. എക്സാമ്പിൾ മനസ്സിലാക്കിയിട്ട് ഒന്നും കൂടി വായിക്കുമ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ആവും. ഇനി ഒന്ന് വായിച്ചു നോക്കിയാൽ ലാസ്റ്റ് എത്താം. ഹോസ്പിറ്റൽ ഫണ്ടഡ് സർവീസ് ഒന്ന് വായിച്ചു നോക്കി.
ഇപ്പൊ ക്ലിയർ ആയോ വായിച്ചപ്പോ? ഒന്നും കൂടി ക്ലിയർ ആയില്ലേ? ആ പേഷ്യന്റ് അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ 2 ആഴ്ച ഓൾറെഡി അവിടെ അഡ്മിറ്റ് ആണ് ആള്. അഡ്മിറ്റ് ആയപ്പോ നമ്മള് അഡ്മിറ്റ് ആയതിന്റെ ചാർജ് നമ്മൾ കൊടുത്തിട്ടുണ്ട്, ബില്ലും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പോ പിന്നെ നമ്മൾ ഈ ആംബുലൻസിന് എക്സ്ട്രാ ചാർജ് എടുക്കുന്നില്ല എന്ന് നമ്മൾ ഓൾറെഡി കൊടുത്തല്ലോ, ബില്ലും കാര്യങ്ങളൊക്കെ നമ്മൾ പേയ്മെന്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ ആയോ? ഇപ്പൊ കോസ്റ്റ് ആണ് നമ്മൾ നോക്കിയത്. 4 ടൈപ്പ് നമ്മൾ പഠിച്ചു. ഗവൺമെന്റ് ഫണ്ടഡ്, പ്രൈവറ്റ് ഫണ്ടഡ് സർവീസ്, ചാരിറ്റി ഫണ്ടഡ് സർവീസ്, ഹോസ്പിറ്റൽ ഫണ്ടഡ് സർവീസ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഓരോന്നും എന്താണെന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കണം കേട്ടോ. ഒന്ന് വായിച്ചു നോക്കി. ഇനി 4 സർവീസസും ഒന്ന് വായിക്കാം കേട്ടോ. ഗവൺമെന്റ് എന്താണ്, പ്രൈവറ്റ് എന്താണ്, ചാരിറ്റി, ഹോസ്പിറ്റൽ ഫണ്ടഡ്. ഓരോന്നും വായിക്കുമ്പോ ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയാറില്ലേ, ചുരുക്കി മീൻസ് എങ്ങനെയാ മനസ്സിലാവുന്ന രീതിയിൽ. അപ്പൊ അതുപോലെ നിങ്ങൾ വായിക്കുമ്പോ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ അതിനെ മനസ്സിലാക്കി വായിക്കാം. ഓക്കെ, അപ്പൊ നമുക്കത് മനസ്സിലിരിക്കും. നിങ്ങൾ പിന്നെ പഠിക്കേണ്ട ആവശ്യമില്ല, നമുക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. ഓക്കെ, സെക്കൻഡ് ആണോ? പ്രൈവറ്റ് ഫണ്ടഡ് ആണോ? ഓക്കെ, അതായത് പ്രൈവറ്റ് ഫണ്ടഡ് നോക്കാം. കോസ്റ്റ് ഓഫ് ആംബുലൻസ് ട്രാൻസ്പോർട്ടഡ് ഷുഡ് ബി ബൈ ദംസെൽഫ്. അതായത് പ്രൈവറ്റ് ആയിട്ടുള്ള ആംബുലൻസ് നമ്മൾ വിളിക്കുമ്പോൾ പേഷ്യന്റ് തന്നെ പൈസ കൊടുക്കുന്നതായിട്ട് വരുന്നത്. ഇനി ത്രൂ ദെയർ ഇൻഷുറൻസ് കമ്പനി, അല്ലെങ്കിൽ ഇപ്പൊ ആൾക്ക് ഓൾറെഡി ഇൻഷുറൻസ് മെഡിക്ലെയിം ഒക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള ഇൻഷുറൻസ് ഉള്ള വ്യക്തിയാണെങ്കിൽ അയാൾ പേയ്മെന്റ് ചെയ്യേണ്ട കാര്യമില്ല. ഓൾറെഡി ഇൻഷുറൻസിന്റെ ഇതിൽ നിന്ന് പോയിക്കോളും. ഇപ്പൊ നമ്മൾ അഡ്മിറ്റ് ആകുമ്പോഴും നമ്മൾ അതിന്റെ പൈസ ഒന്നും അടയ്ക്കേണ്ട ആവശ്യമില്ല. ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ അത് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നാണ് ആ എമൗണ്ട് പോകുന്നത്. സോ ഇവിടെയും അങ്ങനെ ഇൻഷുറൻസ് ഉള്ളവരാണെങ്കിൽ ആ ഇൻഷുറൻസ് കമ്പനി വഴി അതിന്റെ പേയ്മെന്റ് പോയിക്കോളും. ഇല്ലാത്തവരാണെങ്കിൽ നമ്മൾ തന്നെ സ്വയം പേയ്മെന്റ് ചെയ്യേണ്ടതായിട്ട് വരും. പ്രൈവറ്റ് ആണല്ലോ. ഓക്കെ, 4 സർവീസസ് നോക്കി വെക്കണം കേട്ടോ, മനസ്സിലാക്കി പഠിച്ചാൽ മതി നിങ്ങൾ. ചിലപ്പോ എക്സാമിനെ മേ ബി ഒരു എക്സാമ്പിൾ പറയാൻ കേട്ടോ. ഇപ്പൊ നിങ്ങളോട് നിങ്ങളുടെ എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കണേ. കോസ്റ്റ് ഓഫ് കൊട്ടേഷൻ മാർക്കിൽ തന്നിരിക്കുകയാണെന്ന് വിചാരിക്കാം. കോസ്റ്റ് ഓഫ് ആംബുലൻസ് ട്രാൻസ്പോർട്ട് ഷുഡ് ബി ബൈ ദംസെൽഫ് ഓർ ത്രൂ ദെയർ ഇൻഷുറൻസ് കമ്പനി. എന്നിട്ടൊരു ഹൈഫൻ ഇട്ടിട്ട് പറയുന്നതാണ് ഐഡന്റിഫൈ വിച്ച് ടൈപ്പ് ഓഫ് സർവീസസ് ഇൻ ആംബുലൻസിൽ ഏത് സർവീസ് ആണെന്ന്. ആൻസർ കണ്ടോ, ഇപ്പൊ തന്നെ പെട്ടെന്ന് പറഞ്ഞു എല്ലാവരും. അപ്പൊ ആ ഒരു രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. അപ്പൊ നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ മനസ്സിലാക്കി വെക്കുക. ഗവൺമെന്റ് ആണെങ്കിൽ എന്താണ്, ഗവൺമെന്റ് ആയിരിക്കും. ലോക്കൽ നമ്മുടെ ടാക്സ് വഴിയായിട്ടുള്ള എമൗണ്ടിലൂടെയാണ് ഗവൺമെന്റ് സർവീസ് ചെയ്യുന്നത്. പ്രൈവറ്റ് ആണെങ്കിൽ നമ്മൾ തന്നെ കൊടുക്കുക, അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനി. ചാരിറ്റി ആണെങ്കിലോ ചാർജ് ഇല്ല, പക്ഷെ കോൺട്രിബ്യൂഷൻസ് നമുക്ക് കൊടുക്കാം. ഹോസ്പിറ്റൽ ഫണ്ടഡ് ആണെങ്കിൽ ഹോസ്പിറ്റലിലെ സർവീസ് സ്വീകരിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അവർക്ക് പ്രത്യേകം ചാർജ് ഒന്നും വേണ്ട. ഈ 4 കാര്യങ്ങളൊന്നും ഓർത്ത് വെച്ചാൽ മതി. മനസ്സിലായി, ഇത് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നെക്സ്റ്റ് ബുക്ക് നോക്കി ഇത് ഇങ്ങനെ ഹാർട്ട് ചെയ്തരിച്ച് പഠിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇത് സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഓർത്ത് വെച്ചാൽ മതി. ബാക്കി ഓപ്ഷൻ ഉണ്ടല്ലോ, ഓപ്ഷൻ കണ്ടറിയാൻ പറ്റില്ലേ? അറ്റ്ലീസ്റ്റ് ക്ലാസ് നല്ല രീതിയിൽ കേട്ട് ഒരു പ്രാവശ്യമെങ്കിലും ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇല്ലേ? നമുക്ക് പറയില്ലേ, ചിലർക്ക് നമ്മുടെ ക്ലാസ് നന്നായിട്ടൊന്നും ശ്രദ്ധിച്ചിരുന്നാൽ തന്നെ നിങ്ങൾക്ക് പല കാര്യങ്ങളും ആ ഒരു ക്ലാസ് കേട്ട ഒരു ഓർമ്മ വെച്ചിട്ട് നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാം. ഓക്കെ, ആരുടെ അക്ഷരം നമ്മളുടെ നമ്മൾ ഇത്രയും കഴിഞ്ഞ ബാച്ചുകൾ എല്ലാവരോടും സ്റ്റുഡൻസിനോട് നമ്മൾ പറയാറുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ക്ലാസ് കേട്ട ഒരു ഓർമ്മ വെച്ചിട്ട് പല ക്വസ്റ്റ്യൻസ് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും.
ഓക്കെ, എക്സാം ഒക്കെ കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. നല്ല രീതിയിൽ പഠിക്കുക. നിങ്ങൾ മോക്ക് ടെസ്റ്റുകളൊക്കെ നന്നായിട്ട് പഠിക്കുക. അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ അത് പഠിച്ചു കൂടി പോവാം. അപ്പൊ ഓക്കെ ആണോ ആ ഒരു സെക്ഷൻ കോസ്റ്റിന്റെ? ഓക്കെ, കമന്റ് ചെയ്തായിരുന്നോ? എന്തായിരുന്നു ഡൗട്ട് ആയിരുന്നോ ചോദിച്ചത്? പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല കേട്ടോ പറഞ്ഞപ്പോ. ഏതായിരുന്നു? റിപ്പീറ്റ് ചെയ്യാമോ? എന്തായിരുന്നു ഡൗട്ട് ആയിരുന്നു ചോദിച്ചത്? നമ്മൾ മെസ്സേജ് ചെയ്യും, പെട്ടെന്ന് നിങ്ങൾ വായിക്കാൻ മീൻസ് ഇട്ട് പോകുന്നു. തേർഡ് പോയിന്റ് ചാരിറ്റി ആണോ? ഓക്കെ, ചാരിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, ഓരോ ഇപ്പൊ പ്രാർത്ഥന ഫൗണ്ടേഷൻ അങ്ങനെ ഓരോരോ ചാരിറ്റിയുടെ ആംബുലൻസ് ഉണ്ടാകും. സോ അവര് ചാരിറ്റി പ്രവർത്തനമാണല്ലോ. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ പേഷ്യന്റ് നമ്മള് ട്രാൻസ്പോർട്ട് ഇപ്പൊ ആംബുലൻസ് നമ്മള് സർവീസ് ഉണ്ടെങ്കിൽ അവർ നമ്മുടെ അതിനുള്ള ചാർജ് ഒന്നും വാങ്ങിക്കില്ലാണ്. കാരണം അവർ ചാരിറ്റിയാണ്, സേവനമാണ് അല്ലേ. നമ്മളുടെ ഒന്നും വാങ്ങിക്കില്ല. പക്ഷെ കോൺട്രിബ്യൂഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവർ സ്വീകരിക്കുന്നത്. ഇവിടെ കോൺട്രിബ്യൂഷൻ ഉദ്ദേശിക്കുന്നത് ഞാൻ എക്സാമ്പിൾ പറഞ്ഞു തരട്ടെ. അതിപ്പോ പേഷ്യൻസ് ഉപയോഗിച്ചിട്ടുള്ള, വീണ്ടും ഒരു പേഷ്യൻസിന് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വാട്ടർ ബെഡ് അല്ലെ, അതുപോലെ തന്നെ എന്താണ് നമ്മള് എക്യുപ്മെന്റ് ആണ് മെയിൻ ആയിട്ട് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഫണ്ട് വേണമെങ്കിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാം, പക്ഷെ കൂടുതലായിട്ടും ഇങ്ങനെയുള്ള വസ്തുക്കൾ, കാരണം അവർക്ക് മറ്റൊരു ആതുര സേവനത്തിന് വേണ്ടി കൊടുക്കാലോ. എക്യുപ്മെന്റ്സുകളൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഇത് വാങ്ങിക്കാനുള്ളൊരു കപ്പാസിറ്റി ഒന്നും ഇല്ലാത്തവരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അതും ഒരു സേവനമാണല്ലോ. ഫണ്ട് ഇറക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫണ്ടിനേക്കാൾ കൂടുതലും ചാരിറ്റി വരുന്നത് ഇങ്ങനെയുള്ള നമ്മൾ ഒരു സേവനം കൊടുക്കുമ്പോഴല്ലേ. ഫണ്ടും അതിൽ ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, പക്ഷെ ഫണ്ടിനുപരി നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ഇങ്ങനെയുള്ള എക്യുപ്മെന്റ്സ് കാര്യങ്ങൾ കൊടുക്കുമ്പോഴാണ് കുറച്ചും കൂടി ഒരു ചാരിറ്റി ആയിട്ട് അത് മാറുന്നത് അല്ലേ. ക്ലിയർ ആയോ? എയർ ബെഡ്, വാട്ടർ ബെഡ് അല്ലെ, അതൊക്കെ എല്ലാവർക്കും ചിലപ്പോൾ വാങ്ങിക്കാനുള്ള കഴിവില്ലാത്തവരൊക്കെ ഉണ്ടാകാം അല്ലെ. ഓക്കെ, ക്ലിയർ ആയി. കോസ്റ്റ് അപ്പോ ക്ലിയർ ആണോ? 4 പോയിന്റ്. അടുത്ത സെക്ഷനിലോട്ട് പോകാലോ. ഓക്കെ, അടുത്തത് നോക്കുന്നത് 108 എമർജൻസി സർവീസ്. അറിയാലോ, ആംബുലൻസിന് നമ്മൾ വിളിക്കുന്ന എമർജൻസി സർവീസസിന്റെ ആണ്. ഓക്കെ, നമ്പർ എത്രയായിരുന്നു? 108. ഓക്കെ, എമർജൻസി കോൾസ്. How it works? എങ്ങനെയാണ് എമർജൻസി കോൾ വർക്ക് ചെയ്യുന്നത് നോക്കാം. When an emergency is intimated through 108, the caller collects the needed basic information and sense of services അല്ലെ. അതായത് എന്താ ഇവിടെ പറയുന്നത്, നമ്മള് 108 വിളിച്ചിട്ടുണ്ടെങ്കിൽ എമർജൻസിയിൽ വിളിക്കുമ്പോൾ അവര് നമ്മളിൽ നിന്ന് കുറച്ച് ഇൻഫോർമേഷൻസുകൾ കളക്ട് ചെയ്യുന്നു. എന്തൊക്കെയാണ്? പ്രൈമറി ഇൻഫോർമേഷൻ ഗോട്ട് ഇൻക്ലൂഡ്. നമ്മളിൽ നിന്ന് കളക്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് കേട്ടോ, നമ്മൾ വിളിക്കുമ്പോൾ കളക്ട് ചെയ്യുന്ന കാര്യങ്ങൾ. Where the call is placed from, എവിടെ നിന്നാണ് ഈ കോൾ വിളിക്കുന്നത്, ഡിസ്ട്രിക്ട്, ഏത് ഡിസ്ട്രിക്റ്റിൽ നിന്നാണ്, ഏത് താലൂക്ക്, സിറ്റി, ടൗൺ, എക്സാക്ട് ലൊക്കേഷൻ, ലാൻഡ്മാർക്ക്, നമ്മുടെ അടുത്ത് എവിടെയെങ്കിലും ലാൻഡ്മാർക്ക് ഉണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുക്കുക. കൃത്യമായിട്ടുള്ള ലൊക്കേഷൻസ്, നമ്മൾ വിളിക്കുന്ന സ്ഥലം, ഇന്ന ജില്ലയിൽ, ഇന്ന താലൂക്ക്, ഇന്ന സിറ്റി, ടൗൺ, അല്ലെങ്കിൽ ലൊക്കേഷൻ, ലാൻഡ്മാർക്ക് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക. എമർജൻസി ടൈപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ എന്തെങ്കിലും ആക്സിഡന്റ് കേസ് ആണോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇഞ്ചുറി സംഭവിച്ചാണോ, അങ്ങനെ എന്താണോ ആ ഒരു സിറ്റുവേഷൻ, എമർജൻസി എന്താണോ അത് പറയുക. Then number of people injured and the state of injured അല്ലെ. അതായത് എത്ര നമ്പേഴ്സ്, അല്ലെങ്കിൽ എത്ര ആളുകളുണ്ട്, അല്ലെങ്കിൽ ഒരാൾക്കാണോ അല്ലെങ്കിൽ കൂട്ടത്തോടെ എന്തെങ്കിലും സംഭവിച്ചതാണോ, അപ്പൊ 1-2 ആംബുലൻസ് അറേഞ്ച് ചെയ്യണോ, ഇതൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്യും, എത്ര പേരിലാണ് ഇൻജോർഡ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ഒരുപാട് സ്റ്റേറ്റ് ഓഫ് വിളിച്ചാൽ ഒരുപാട് പീപ്പിൾ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു. Then the caller's name, വിളിച്ച ആളുടെ പേരും കോണ്ടാക്ട് നമ്പർ ഫോർ ലൊക്കേഷൻ ഗൈഡൻസ് ഇഫ് നീഡഡ്. വിളിച്ച വ്യക്തിയുടെ പേര് ചോദിക്കും, അവരുടെ കോണ്ടാക്ട് നമ്പർ വാങ്ങിക്കും. കാരണം നമ്മൾ പറഞ്ഞ ലൊക്കേഷനിലോട്ട് വരുമ്പോ ഇനി എന്തെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ചോദിച്ച് ക്ലിയർ ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ കോണ്ടാക്ട്, വിളിച്ച വ്യക്തിയുടെ കോണ്ടാക്ട് നമ്പർ വാങ്ങിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ട്
നമ്മൾ ഈ എമർജൻസിയിലോട്ട് വിളിക്കുമ്പോൾ നമ്മളോട് ചോദിക്കുന്ന കാര്യങ്ങൾ. ചുമ്മാ നമ്മൾ വിളിച്ചിട്ട് ഇന്ന സ്ഥലത്ത് വരണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കത് ക്ലിയർ ആവുമോ? ഇല്ല. അതിനു വേണ്ടി നമ്മളുടെ ബേസിക് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് അവർ കളക്ട് ചെയ്യും. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഡീറ്റെയിൽ ആയിട്ട് ഇനി പറയണ്ടല്ലോ. ക്ലിയർ ആണോ? മനസ്സിലാവാത്തതുണ്ട് അവിടെ ആർക്കെങ്കിലും ആ ഒരു സെക്ഷനില്? ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ. Emergency help sent through this process is expected to reach the site of emergency in an average of 18 minutes. നമ്മള് ഈ എമർജൻസി കോൾ വിളിച്ചു കഴിയുമ്പോൾ 18 മിനിറ്റ്സിനുള്ളിൽ അവര് നമ്മളുടെ ആ ഒരു കൃത്യമായിട്ടുള്ള സ്ഥലത്ത് ആ ഒരു സൈറ്റിൽ എത്തുന്നു. 18 മിനിറ്റിനുള്ളിൽ എത്തും. Pre-hospital care will be given to patients who are transported to the nearest hospital. The service is generally free to patients. So 18 മിനിറ്റിനുള്ളിൽ അവര് ആംബുലൻസ് നമ്മൾ പറഞ്ഞ ആ ഒരു ലൊക്കേഷനിലോട്ട് എത്തുകയും then pre-hospital care will be given to patients who are transported to nearest hospital. ഈ പോകുന്ന വഴിയിലുള്ള നിയറസ്റ്റ് ഹോസ്പിറ്റലിൽ ആ പേഷ്യന്റിന് അപ്പൊ തന്നെ പ്രീ ഹോസ്പിറ്റൽ കെയർ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള കെയർ കിട്ടുന്നു. അതായത് എന്തെങ്കിലും ഭയങ്കര പോകുന്ന വഴിക്ക് ബുദ്ധിമുട്ടുള്ള പേഷ്യൻസിനാണെങ്കിൽ ബേസിക് ആയിട്ടുള്ള കെയറുകൾ അല്ലെ, ബേസിക് ജീവിതത്തിൽ നിലനിർത്താനായിട്ടുള്ള അത്രയും എമർജൻസി ആയിട്ടുള്ള ബേസിക് കെയറുകൾ നമ്മള് നിയറസ്റ്റ് ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്ന വഴിക്ക് കൊടുക്കുന്നു. ഇതെല്ലാം ഫ്രീ ആണെന്ന്. ഈ സർവീസുകളുടെ സേവനങ്ങളൊക്കെ നമ്മൾ അവിടെ പേയ്മെന്റ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ക്ലിയർ ആണോ? പോകുന്ന വഴിയിലുള്ള നിയറസ്റ്റ് ഹോസ്പിറ്റലിൽ നമ്മൾ എന്ത് ചെയ്യും? ആ പേഷ്യന്റിന് നമുക്ക് അത്യാവശ്യം ആ പേഷ്യന്റിന്റെ ജീവൻ രക്ഷിക്കാനായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ട്രീറ്റ്മെന്റ്സും കെയറും കൊടുക്കുന്നു. അതിന് എക്സ്ട്രാ ചാർജ് ഒന്നുമില്ല. Then 108 is generally by EMRI, underline ചെയ്യാട്ടോ, Emergency Management Research Institute. ഈ എമർജൻസി മാനേജ്മെന്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഈ ഒരു 108 എന്നുള്ള ഒരു നമ്പർ നമുക്ക് എമർജൻസി പ്രൊവൈഡ് ചെയ്യുന്നത്. അക്രോസ് മോർ ദാൻ 10 സ്റ്റേറ്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ 10 സ്റ്റേറ്റിലാണ് ഈ 108 എന്നുള്ള നമ്പർ നമ്മൾ യൂസ് ചെയ്യുന്നത് എമർജൻസി ആയിട്ട്. ഓക്കെ, 10 സ്റ്റേറ്റില്. ബാക്കി സ്റ്റേറ്റില് ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവാം, ഡിഫറെന്റ് നമ്പേഴ്സ് എന്തെങ്കിലും ആയിരിക്കാം. ഓക്കെ, EMRI അണ്ടർലൈൻ ചെയ്തു എല്ലാവരും. നമ്മൾ നേരത്തെ RDS കണ്ടു, EMRI എമർജൻസി മാനേജ്മെന്റ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. Then during an emergency situation, knowing what to do might save someone's life. Here are few tips on what you should tell emergency dispatcher while calling for an ambulance. പറയുന്നത് ഡ്യൂറിംഗ് ആൻ എമർജൻസി സിറ്റുവേഷൻ അല്ലെ, ഒരു എമർജൻസി സിറ്റുവേഷനിൽ എന്ത് ചെയ്യണമെന്ന് അറിയുന്നത്. നമുക്ക് ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നു, അപ്പൊ നമ്മൾ എന്താ പറയാ, ആദ്യം നമ്മളൊരു എന്ത് ചെയ്യണം എന്നുള്ളൊരു മാനസികാവസ്ഥയിലാണെന്നൊക്കെ നമ്മൾ പറയും അല്ലെ. സോ ഒരു എമർജൻസി സിറ്റുവേഷനിൽ എന്താണ് കൃത്യമായിട്ട് ചെയ്യേണ്ടതെന്ന് നമ്മൾ അറിഞ്ഞാൽ നമുക്കൊരു ജീവൻ രക്ഷിക്കാനായിട്ട് സാധിക്കുന്നു. ഇപ്പൊ ഒരു ആക്സിഡന്റ്, നിങ്ങൾ റോഡിൽ നിങ്ങൾ പോകുന്നതായിട്ട് ഒരു ആക്സിഡന്റ് സംഭവിക്കുകയാണ് അല്ലെ. അപ്പൊ ഒരു ആക്സിഡന്റ് ആയി കിടക്കുന്ന ഒരു വാഹനം നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞ് നോക്കി നിന്നൊരു കാര്യമുണ്ടോ? അപ്പൊ ഒരു ജീവന് അത്രയും നമുക്ക് വില കൽപ്പിക്കണം അല്ലെ. അപ്പൊ തന്നെ നമ്മൾ ഈ ഒരു 108 വിളിക്കുക, അല്ലെങ്കിൽ അപ്പൊ തന്നെ ഇപ്പൊ ആംബുലൻസ് വന്നു, ആ ഒരു ജീവനാണ് നമ്മൾ രക്ഷിക്കുന്നത് അല്ലേ? ആണോ? അല്ലാതെ നമ്മൾ നോക്കി നിന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും സംഭവിക്കോ? അവിടെ ഒരു മാറ്റവും വരില്ല. സോ അതിന് എന്തൊക്കെ ടിപ്സ് ആണ്? ടിപ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്തെല്ലാമാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ആ പോയിന്റ്സുകൾ വായിക്കാം കേട്ടോ. നമ്മൾ ഇതിനൊരു എമർജൻസി സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് നോക്കാം. Be calm and tell the emergency operator the details of type of emergency. നമ്മളൊന്ന് കാമാവുക, മീൻസ് നമ്മളൊന്ന് ശാന്തരാവുക എന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് നമ്മുടെ മുന്നിൽ ഒരു ഇത് കാണുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും എന്താണ്, നമ്മളൊരു പേടിക്കുന്ന ഒരു മീൻസ് നമുക്കൊന്നും ഒരു വിശ്വലാകുന്ന ഒരു അവസ്ഥയാണ് അല്ലേ. അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ ഒന്ന് നമ്മൾ തന്നെ സ്വയം ഒന്ന് എന്താ പറയാ ശാന്തമായിട്ട് നമ്മൾ എന്ത് ചെയ്യാം, എമർജൻസി ഓപ്പറേറ്റർ വിളിക്കുക. ദെൻ ഇന്നൊരു കേസ് ഉണ്ട്, എമർജൻസി കേസ് പറയും. Then you will be demanded to tell him the address to where ambulance should reach, that include postal code. എവിടെയാണ് വരേണ്ടതെന്ന് പറയുന്നത് കൃത്യമായിട്ടും ആ പോസ്റ്റൽ കോഡ് ഉൾപ്പെടെ നമ്മുടെ ഏത് ലൊക്കാലിറ്റി ആണ്, പിൻ കോഡ് ഉണ്ടല്ലോ,
അതുൾപ്പെടെ പറഞ്ഞു കൊടുക്കുക, എവിടേക്കാണ് എത്തേണ്ടത്. Then your phone number may also be inquired for in case operator wants to contact for direction. നമ്മളുടെ ഫോൺ നമ്പർ കൊടുക്കുക, നമ്മൾ എത്തുമ്പോ വഴി വല്ലതും മനസ്സിലായിട്ടില്ലെങ്കിൽ അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, കോണ്ടാക്ട് നമ്പർ കൊടുക്കുക. She will also need patient age, പേഷ്യന്റിന്റെ വയസ്സ്, സെക്സ്, മെയിൽ ആണോ ഫീമെയിൽ ആണോ, then medical history you might correct, നമുക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. The operator will also need to know if the person is bleeding. Operator നമ്മൾ വിളിക്കുന്ന വ്യക്തിയോട് പറയുക, അപ്പൊ കൂടുതലായിട്ട് വല്ല ആക്സിഡന്റ് ഒക്കെ ആണെങ്കിൽ അറിയാലോ, ബ്ലീഡിങ് ഉണ്ടോ, അല്ലെങ്കിൽ കോൺഷ്യസ് ആണോ, അബോധാവസ്ഥയിലാണോ ഇപ്പൊ വ്യക്തി, അല്ലെങ്കിൽ ചെസ്റ്റ് പെയിൻ ഉണ്ടോ, ബ്രീത്തിങ്, ശ്വാസ തടസ്സം വല്ല ബുദ്ധിമുട്ടുകൾ ഉണ്ടോ എന്നൊക്കെ നമ്മൾ വിളിക്കുമ്പോൾ തന്നെ പറയാം. അപ്പൊ അതനുസരിച്ചിട്ടുള്ള ആംബുലൻസ് നമുക്ക് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. You will also be demanded to make clear the type of injury. ക്ലിയർ ആയിട്ട് പറയാം, ആക്സിഡന്റ് ആണോ, ഇഞ്ചറി ആണോ, അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചത്, ആ സംഭവിച്ചത് ഇപ്പൊ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ക്ലിയർ ആയിട്ട് പറയുക. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള, ഇപ്പൊ ബ്ലീഡിംഗ് ഒക്കെ ഉള്ള വ്യക്തിയാണെങ്കിൽ അല്ലെങ്കിൽ ബ്രീത്തിങ്ങിന് പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ആംബുലൻസുകൾ അറേഞ്ച് ചെയ്യണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മളൊരു എമർജൻസി സിറ്റുവേഷൻസ് വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. ഓക്കെ, ക്ലിയർ ആണോ? ജസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, ഇപ്പൊ നമ്മൾ നോക്കിയത് എമർജൻസിയുടെ കാര്യമാണ്. 108 ആണ് എമർജൻസിയിൽ നമ്മൾ വിളിക്കേണ്ടത്. അതിന് വിളിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കിയത്. നെക്സ്റ്റ് പറഞ്ഞത് ആംബുലൻസിലെ ക്രൂവിങ്ങിനെ കുറിച്ചിട്ടാണ്. ഇത് നമുക്കിനി അടുത്ത ക്ലാസ്സിൽ പറയാലോ, ആംബുലൻസ് ക്രൂവിങ്. അതില്ലേ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് അതൊരു തിരിലർ. ഓക്കെ, അപ്പോ എടുത്തത്രയും ക്ലിയർ ആണോ? ഒരുപാട് എടുത്തൊക്കെ ബോറടിപ്പിക്കണില്ല, വളരെ കുറച്ച് ഭാഗം മാത്രം എടുത്തിട്ടുള്ളൂ. എടുത്തത്രയും ഓക്കെ ആണോ? എല്ലാവരും ക്ലിയർ ആണോ? ഹാപ്പി ആണോ? നിങ്ങള് ഓക്കെ ആണോ? മനസ്സിലാകുന്നുണ്ടോ? ഇനി ഫോളോ ചെയ്യാനായിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ? നിങ്ങൾക്ക് പറയാം കേട്ടോ, എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ പറയാം. അങ്ങനെ ക്ലാസ്സിനെ കുറിച്ച് നമുക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ മാറ്റങ്ങൾ വരുത്താനുണ്ടോ, അല്ലെങ്കിൽ സ്പീഡ് കുറയ്ക്കണോ, അങ്ങനെ എന്തെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ ആണ് എല്ലാവരും? സംശയം ഉണ്ടായിരുന്നു. ചോദിച്ചോളൂ. ഈ 108ലേക്ക് നമ്മളൊരു സാധാരണ ഒരു നമ്മളെ വിളിക്കുകയാണെങ്കിൽ, നമ്മളിപ്പോ വീട്ടിൽ നിന്നൊക്കെ വിളിക്കുകയാണെങ്കിൽ എവിടെ നിന്നായിരിക്കും ആംബുലൻസ് വരാന്നറിയുന്നത്? അത് പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് നിന്നാണോ അതോ ഗവൺമെന്റ് ഫണ്ടഡ് ആണോ? അതെങ്ങനെയാ നമ്മൾ അറിയാം 108ലേക്ക് നമ്മൾ വിളിക്കുന്നത്? 108 ചിലപ്പോൾ അത് വിടുന്നത് മിക്കവാറും എനിക്ക് തോന്നുന്നത് ഗവൺമെന്റിൽ തന്നെയുള്ളതായിരിക്കും. കാരണം പബ്ലിക്കിന് വേണ്ടിയിട്ടുള്ളതാണല്ലോ ഈ 108 നമ്മൾ ഉദ്ദേശിക്കുന്നത്. കൂടുതലും പ്രൈവറ്റ് വളരെ കുറവായിരിക്കും, ഗവൺമെന്റ് തന്നെയായിരിക്കും കൂടുതലും വരുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഇൻഫോർമേഷൻസ് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ഏത് ടൈപ്പ് ആംബുലൻസ് എന്നൊക്കെ മീൻസ് ഗവൺമെന്റിൽ നിന്നാണ് കൂടുതലും വരുന്നത്. കാരണം നമ്മൾ പബ്ലിക്കിന് വേണ്ടിയിട്ടുള്ള ഒരു ഇതല്ലേ ആംബുലൻസ് നമ്മൾ എമർജൻസി പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഈ ഇപ്പൊ നമ്മളെ 108 ജനറലി ബൈ ദ EMR അക്രോസ് ബൈ മോർ ദാൻ 10 സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നുണ്ട്. അപ്പൊ EMRയുടെ അണ്ടറിലായിരിക്കും അത്? EMRയുടെ അണ്ടറിലാണ് വരുന്നത്. EMRയുടെ അണ്ടറിലാണ് ഈ ഒരു എമർജൻസി ഇത് വന്നിരിക്കുന്നത്. അത് ഇന്ത്യയിലെ 10 സ്റ്റേറ്റിലാണ് ഇപ്പൊ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ നമ്മളിപ്പോ എടുത്തത് ഞാൻ വായിക്കാൻ സമയം തന്നില്ല, സമയം ഉണ്ടായില്ല. അപ്പൊ ഒന്ന് ഹൗ ഇറ്റ് വർക്ക് അല്ലെങ്കിൽ 108 എമർജൻസി സർവീസസ് ഒന്ന് വായിക്കണം കേട്ടോ. വായിച്ചിട്ടില്ല നമ്മള് വായിക്കാം. വായിച്ചിട്ട് എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ എന്നോട് ചോദിക്കുക, ക്ലിയർ ചെയ്യാം. ഓക്കെ ഓക്കെ, താങ്ക് യു ഓൾ. Thank you, Miss. Thank you, ma'am. Thank you, ma'am.